സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഗൾഫ് മേഖലയെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ഇസ്രയേലും അമേരിക്കയും. ഇസ്രയേലാണ് ഇതിൻ്റെ മെയിൻ കാരണക്കാരൻ. അതായത് അമേരിക്കയെ വെറുതെയെങ്കിലും ഇങ്ങനെ സ്ക്രൂ ചെയ്ത് ട്രംപിനെ തലങ്ങും വിലങ്ങും ഉപദേശിച്ച് ഇല്ലാതാക്കി ഗൾഫ് മേഖലയിലെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ പരിപാടിയിലാണ് ഇറാനെ ആക്രമിക്കാനായിട്ട് അമേരിക്ക തിരിഞ്ഞത്. എന്തെങ്കിലും സമാധാനമായിട്ട്, അതായത് ലോകത്തിലെ ഏറ്റവും നല്ല പ്രദേശമാണ്, ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല സ്ഥലമാണ് എന്ന് കണക്കാക്കി ലോകത്തിലുള്ള എല്ലാ വൻ പണച്ചാക്കുകളും ഈ ഗൾഫ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സമാധാനമായി അവിടെ കഴിയാൻ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റുകളെല്ലാം എന്തുമാത്രം രീതിയിലാണ്, ഏതെല്ലാം രീതിയിലാണ് അങ്ങ് പടർന്ന് പന്തലിച്ചതും അഭിവൃദ്ധിപ്പെട്ടതും. ഇതിനെയൊക്കെ തകർക്കാൻ വേണ്ടിയാണ്, അതായത് ഗൾഫ് രാഷ്ട്രങ്ങളോടുള്ള അസൂയയും കലിയും മൂത്താണ് ഈ ഇസ്രയേൽ എന്ന് പറയുന്നത്. നമ്മൾ യാതൊരു കാരണവശാലും അവരെ വിശ്വസിക്കാൻ പാടില്ല. ഈ ലോകത്ത് കുഴപ്പമുണ്ടാക്കുന്ന ഏക ശക്തി ഇപ്പോ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് യഹൂദന്മാരാണ്. യഹൂദന്മാര് നാടിനെ നശിപ്പിക്കുക, ഈ ലോകം നശിപ്പിക്കുക. അവർ പറയുന്നതും അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ക്രിസംഗികളും ബാക്കിയുള്ളവരും പറയുന്നതും ഇസ്രയേലിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് അവർ. എന്ത് നിലനിൽപ്പിന് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്? അവരെങ്ങനെ നിലനിൽക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ബാക്കിയുള്ള രാജ്യങ്ങളെ ഇല്ലാതാക്കി സാമ്പത്തികമായ കുഴപ്പം ഈ ലോകത്ത് സൃഷ്ടിച്ചും കൊണ്ട് അവർക്ക് നിലനിൽക്കാനാ. അതെങ്ങനെ നിലനിൽക്കും? അവർക്ക് 1965 ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ട്, അല്ലാതെ ഇതുവരെ അവരെ ആക്രമിക്കാൻ ആരും പോയിട്ടില്ല. അവരാണ് ഈ ലോകത്ത് ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. എല്ലാ രാജ്യങ്ങളിലും കുഴപ്പമുണ്ടാക്കുന്ന മെയിൻ കാരണക്കാരെന്ന് പറയുന്നത് യഹൂദന്മാരാണ്. എവിടെ അവർ കടന്നു ചെല്ലും, ഏത് പാസ്പോർട്ടും അവരുണ്ടാക്കും, അവിടെ പോകും, ഇല്ലാത്ത കുഴപ്പങ്ങളുണ്ടാകും. ഇപ്പൊ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്കെതിരായി തിരിയുന്ന ഈ ഹിന്ദു വർഗീയ ശക്തികൾ, ഹിന്ദു തീവ്രവാദികൾ ചെയ്യുന്നത് എന്താണ്? ഈ യഹൂദന്മാരാണ് അവിടെ വന്നും കുഴപ്പമുണ്ടാക്കുന്നത്. യഹൂദന്മാർ പല വേഷത്തിലും വരും. സന്യാസിമാരായിട്ട് വരും, മുത്തവ്വമാരായിട്ട് വരും, എല്ലാമായിട്ട് വന്ന് ആളുകളെ സ്ക്രൂ ചെയ്ത് ഇല്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കി അവരെ സാമ്പത്തിക സഹായം ചെയ്ത് അവരെ ഇല്ലാതാക്കും. അതായത് ഇന്ത്യയോടുള്ള സ്നേഹമാണെന്നാണ് മോഡിയും കൂട്ടരും ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇസ്രയേലിന് ഇന്ത്യയോട് പകയും വിദ്വേഷമാണ്. ഹിന്ദു സമുദായത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു സമുദായം ലോകത്തുണ്ടെങ്കിൽ അത് യഹൂദന്മാർ മാത്രമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇന്ത്യയിൽ വന്ന് ഹിന്ദു തീവ്രവാദികളെ ഉണ്ടാക്കി അവിടെ പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളെ ആക്രമിക്കുക, ക്രിസ്ത്യാനികളെ ആക്രമിക്കുക, എന്നിട്ട് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക. അതുപോലെ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി അവന്മാർ അച്ചാരം വാങ്ങിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഗ്രേറ്റ് ഇസ്രായേൽ എന്ന് പറയുന്ന പരിപാടി അവർ മാപ്പെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഗൾഫ് രാഷ്ട്രങ്ങളും ബാക്കിയുള്ള മുസ്ലിം രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ച് കീഴടക്കി അവർക്ക് ഗ്രേറ്റർ ഇസ്രായേൽ, വലിയ വിശാല ഇസ്രായേൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അത് സൗദി അറേബ്യ ദീർഘവീക്ഷണമുള്ള രാജ്യമാണ്. അവർ മാത്രമല്ല, ബാക്കിയുള്ള ചില ഗൾഫ് രാഷ്ട്രങ്ങളും അത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അവർ യാതൊരു കാരണവശാലും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും വലയിൽ വീഴുകില്ല. അത് മനസ്സിലാക്കണം. വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. ലോകത്തുള്ള ഏത് മുസ്ലിമും സൗദി അറേബ്യയുടെ സംരക്ഷണത്തിനായി എത്തും, അവരുടെ ജീവൻ ബലിയർപ്പിക്കും. അതും കൂടെ ഈ യഹൂദന്മാരും ഈ അമേരിക്കയും മനസ്സിലാക്കണം. ജീവൻ കൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമല്ല. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം അവൻ സ്വർഗത്തിൽ പോകുന്നതിന് തുല്യമാണ്. മക്കയും മദീനയും എവിടെയാണ്? അത് സൗദി അറേബ്യയിലാണ്. അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും കൂട്ടത്തോടെ ഇവിടെ എത്തും. അത് മനസ്സിലാക്കണം. അതായത് സൗദി അറേബ്യയെ ആയിരുന്നാലും ശരി, ബാക്കിയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളെ ആയിരുന്നാലും ശരി, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ട്രംപും ഈ നെതന്യാഹുവും അവർക്ക് എന്താണ് ചെയ്യുന്നതെന്ന് പോലും അവർക്ക് ഒരു പിടുത്തമില്ല. എല്ലാ ദിവസവും ഓരോ രീതിയിലാണ് അവര് പിന്നെ ഈ ജനങ്ങളെ വിഡ്ഢികളാക്കി കണ്ടിരിക്കുന്നത്. ഇന്ന് പറയും സമാധാനമാണ് നമ്മുടെ ലക്ഷ്യം, സമാധാനത്തിന്റെ ശ്രമങ്ങൾ നമ്മൾ പിന്തുടർന്നു കൊണ്ട് പോവുകയാണ്, എത്രയും വേഗം എഗ്രിമെന്റ് ഉണ്ടാവും, ഒരു കരാർ ഒപ്പിടും. അങ്ങനെ ഈ പറയുന്നതല്ലാതെ ഈ കഴിഞ്ഞ 2-3 മാസമായിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്.
രാജ്യങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. ലോകത്തിന്റെ സാമ്പത്തിക നിലയെ തകർക്കുന്ന പരിപാടികളാണ്. അമേരിക്കൻ സാമ്പത്തിക നില തന്നെ തകർന്ന രീതിയിലാണ്. അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെയും. അപ്പൊ ഇന്ത്യ എന്നിട്ട് ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ സാമ്പത്തിക നില തകർക്കാനായിട്ടുള്ള ഏറ്റവും വലിയ കാരണക്കാരെന്ന് പറഞ്ഞാൽ യഹൂദന്മാരാണ്. അവരെ സപ്പോർട്ട് ചെയ്യും ആരെങ്കിലും? നമ്മുടെ അതായത് ജീവിത നിലവാരവും ജീവിത ചെലവുകളും എല്ലാം അമിതമായി വർദ്ധിക്കുകയും ഇന്ത്യയിൽ പെട്രോളിനും ഗ്യാസിനും ഒക്കെ ക്ഷാമം ഉണ്ടാവുകയും ചെയ്യുന്ന മെയിൻ കാരണം ആരാണ്? ഇസ്രയേലാണ്. ആ ഇസ്രയേലിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ കൊള്ളാം. നെതന്യാഹു എന്താണ് പറഞ്ഞത്? എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും എന്നോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഇന്ത്യയാണെന്നാണ്. അപ്പൊ അത്ര വെട്ടിത്തരമാണ് ഇന്ത്യയെ ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ദീർഘവീക്ഷണമില്ലാത്ത ഭരണാധികാരികൾ ലോകത്ത് എവിടെയുണ്ടായാലും ഇങ്ങനെയേ സംഭവിക്കുകയുള്ളൂ. അതായത് വിദ്യാഭ്യാസവും വിവരവും പിന്നെ ദീർഘവീക്ഷണവും സാമ്പത്തികമായ ആ സാമ്പത്തിക രംഗത്ത് എങ്ങനെ നമ്മൾക്ക് കുതിച്ചുയരാം, ആധുനികമായ ഏതെല്ലാം പരിപാടികൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ കഴിയും എന്നാണ് ഭരണാധികാരികൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ പള്ളികളുടെയും ചർച്ചുകളുടെയും അടിയിൽ പോയി അവിടെ ശ്രീരാമന്റെ ബിംബമുണ്ടോ, അവിടെ ഗണപതിയുടെ ബിംബമുണ്ടോ, അവിടെ ശ്രീകൃഷ്ണൻ ജനിച്ചിട്ടുണ്ടോ, അവിടെ ശ്രീബുദ്ധന്റെ വിഗ്രഹമുണ്ടോ എന്ന് തിരയലല്ല ഒരു ഭരണാധികാരിയുടെ കടമയെന്ന് പറയുന്നത്. അവിടെയുള്ള ജനങ്ങളുടെ ക്ഷേമവും ഐശ്വര്യവും അവർക്ക് ഏതെല്ലാം രീതിയിൽ നമുക്ക് നന്മ ചെയ്യാനൊക്കുമോ അതാണ് ചിന്തിക്കേണ്ടത് ഒരു ഭരണാധികാരി എന്ന് പറയുന്നത്. വീക്ഷണമില്ലാത്ത വിവരമില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത ഭരണാധികാരികൾ ഏതൊരു രാജ്യത്തിനും അപമാനമാണ്. അവർക്ക് യാതൊരു കാരണവശാലും ആ രാജ്യത്തിന്റെ അഭിവൃദ്ധിയിൽ യാതൊരു താല്പര്യമില്ലാത്ത വ്യക്തികളാണ്. അവരുടെ സ്വകാര്യമായ ലാഭങ്ങളാണ് അവർ ലക്ഷ്യമിടുന്നത്. കാരണം നമുക്കറിയാം, ഇന്ത്യയെ ഇപ്പോ ഭരിക്കുന്നത് ആരാണ്? അദാനിയും അംബാനിയുമാണ്. രണ്ടും ഗുജറാത്തികളാണ്. ഇന്ത്യയെ ഭരണസിരാ കേന്ദ്രം ആരാണ്? മോഡിയും അമിത്ഷായുമാണ്. 4 പേരും ഗുജറാത്തികളാണ്. എന്താ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഗുജറാത്താണ്? അല്ലല്ലോ. അങ്ങ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നീണ്ടു പരന്നു കിടക്കുന്ന ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന 4 ഗുജറാത്തികൾക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുകയാണ്. ജനങ്ങൾ ചിന്തിക്കണം, ജനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. ഇങ്ങനെയുള്ള വൃത്തികെട്ട ഭരണാധികാരികളെ നിലയ്ക്ക് നിർത്താനുള്ള ആർജവം ഇന്ത്യയിലുള്ള ജനങ്ങൾക്കുണ്ടാവണം. എങ്കിലേ ഇന്ത്യ രക്ഷപ്പെടൂ. ഇന്ത്യ എന്ന് പറഞ്ഞ സാമ്പത്തിക രംഗത്തായിരുന്നാലും സാംസ്കാരിക രംഗത്തായിരുന്നാലും വിദ്യാഭ്യാസ നിലവാരത്തിലായിരുന്നാലും ബുദ്ധിശക്തിയിലായിരുന്നാലും 1-ാം നമ്പറായിട്ട് ഉയർന്നു വരേണ്ട സമയത്ത് നമ്മൾ അധപ്പതിച്ചു വേണം. നമ്മൾ ചൈനയെ കണ്ടുപിടിക്കണം. ചൈന ഏതെല്ലാം രീതിയിലാണ് പുരോഗമിച്ചിരിക്കുന്നത്. അവിടെ സെക്കൻഡ് കണക്കിലാണ് പുരോഗമനം ഉണ്ടായിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ച് അവർ ഏതെല്ലാം രീതിയിൽ ഉയർന്നു വന്നിരുന്നു ഓരോ സിറ്റിയും നമ്മളെടുത്ത് പരിശോധിക്കണം. അവിടെ യാതൊരു ജാതി സ്പർദ്ധയില്ല, അവിടെ വർഗീയ ലഹളയില്ല, അവിടെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന വർഗീയ വിദ്വേഷവും വെറുപ്പും അവിടെ പരത്താൻ ആരെ അനുവദിച്ചിട്ടുമില്ല. അത് മനസ്സിലാക്കി ഇന്ത്യയിലെ ഭരണാധികാരികൾ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണമെന്നും, അങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായില്ലെങ്കിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇങ്ങനെയുള്ള ഭരണകൂടത്തെ തൂത്തെറിയാനായിട്ട് രംഗത്തിറങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.